ഗുഡ് മോർണിംഗ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ടെക്. ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. രാവിലെ തന്നെ തുണിയൊക്കെ കഴുകി വിരിച്ച് നല്ല കുട്ടിയാവാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, തുണി കഴുകിയത് ഞാനല്ല, ഇവിടെ വാഷ് മെഷീൻ കൺട്രോളർ എന്ന് പറയുന്നത് റൈഫാണ് കേട്ടോ. അവൻ രാവിലെ തുണിയൊക്കെ കഴുകിയിട്ടു. കുഞ്ഞിനെ കൊണ്ട് വിരിക്കാൻ പറ്റത്തില്ല. ഈ സൈഡിലൊക്കെ ആണെങ്കിൽ അവൻ വിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ബെഡ്ഷീറ്റല്ലേ, അതുകൊണ്ട് അത് പ്ലെയിൻ ആയതും കൊണ്ട് ഇതിവിടെ തറയിൽ വിരിച്ചിട്ടുണ്ടെങ്കിൽ അഴുക്ക് പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കൊണ്ടുവന്ന് വിരിച്ചു. അപ്പോൾ അത് സെറ്റായി. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ എൻ്റെ കൂടെ കൂടുന്നുണ്ടോ? ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ, കുട്ടി വിശേഷങ്ങൾ. നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് യൂട്യൂബിന് മനസ്സിലാവുക എന്തെങ്കിലുമൊക്കെ പൊട്ടത്തര വീഡിയോയിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ചീര വളർന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മുറ്റി. എന്നെ എന്താ വെട്ടിക്കൊണ്ട് പോകാത്തതെന്ന് ചോദിച്ച് നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് മുറിച്ച് തരാമെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഓർത്തു വേണ്ട, ഞാൻ തന്നെ കട്ട് ചെയ്യാന്നുള്ള കാര്യം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതാ കണ്ടോ, ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ചായി കേട്ടോ, ഈ ചന്തയിൽ നിന്ന് നമ്മൾ ചീര വാങ്ങിച്ചതിൻ്റെ ഒരു കുഞ്ഞൻ പീസ്, അതിൻ്റെ അടിഭാഗം നമ്മൾ വേര് കട്ട് ചെയ്യത്തില്ലേ, അത് കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ട് കുറേ നട്ടതാണ്. പക്ഷെ ഒരു മൂട് മാത്രമേ പിടിച്ചോളൂ. അതിൽ അത്യാവശ്യം ചീര എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 3 പ്രാവശ്യം ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തു. ഇതേപോലെ ഒരൊറ്റ മൂടാണ് നിൽക്കുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കറി വെക്കുന്ന ഒരു രസമുള്ള സംഭവമല്ലേ. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്യട്ടെ. ഇതിൻ്റെ ചുവട്ടിൽ മുഴുവൻ ഞാൻ പച്ച ചീരയുടെ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അതൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് കയറി വരാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വെയിലായി കേട്ടോ. രാവിലെ കട്ട് ചെയ്യേണ്ടതായിരുന്നു, എൻ്റെ മിസ്റ്റേക്കാണ്. 10 മണിയായി. ഇച്ചിരി വേദനിക്കുമായിരിക്കും അതിനല്ലേ, ക്ഷമിക്കുമായിരിക്കുമല്ലേ നമ്മളടുത്ത്. കട്ട് ചെയ്യാം. ഇതിൻ്റെ ഇലകളൊക്കെ കുറേ ഇത് തിന്നു കേട്ടോ. വണ്ടോ പുഴുവോ എന്തൊക്കെയോ കഴിച്ചു. അയ്യോ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കഴിച്ചേക്കാം കേട്ടോ. നിറച്ച് നല്ല വലിയ ഇലകളായിരുന്നു. അപ്പം കട്ട് ചെയ്തെടുക്കാം. തണ്ട് ഇച്ചിരി മുറ്റിപ്പോയി കേട്ടോ. കുറച്ച് അടിഭാഗത്തോട്ട് ഇത്തിരി മുറ്റിപ്പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. കണ്ടോ, നല്ല ചുമന്ന ചീര. അന്നമ്മയ്ക്ക് കാഴ്ചയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അവൾ കണ്ണാടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഡെയിലി മുരിങ്ങയില, ചീരയില അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുക്കാനാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ചന്തയിലൊന്നും നമുക്ക് ഡെയിലി ചീരയിലേക്ക് നല്ലത് കിട്ടണം എന്നില്ല. അപ്പോൾ ഇതേപോലെ വീട്ടുമുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രസമുള്ള പരിപാടിയല്ലേ. ഇവിടെ വീടൊക്കെ ഇടിച്ച് ലെവലാക്കി കുറച്ച് അധികം കൃഷി ചെയ്യണം എന്നാണ് ഇവിടെ എൻ്റെ ഇക്കാടെയൊക്കെ ആഗ്രഹം. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥലം ഭയങ്കര കുറവാണ്. അങ്ങനെ പറഞ്ഞുകൂടാ, ഒരു ഇച്ചിരി സ്ഥലമുള്ള സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒന്ന് ഇടിച്ച് ലെവലാക്കുകയാണെന്നുണ്ടെങ്കിൽ മാഷാഅല്ലാ ഒരുപാട് സ്ഥലം കിട്ടും കേട്ടോ. നമുക്ക് ഫ്രൂട്ട്സും അതുപോലെ തെങ്ങും പ്ലാവും മാവും ഒക്കെ നടാനുള്ള ഒത്തിരി സ്ഥലം കിട്ടും. ഇൻഷാഅല്ലാ അതൊക്കെ സെറ്റാക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കാതെ നമ്മുടെ മുളക്, അതുപോലെ തക്കാളി, നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും ആവശ്യമായിട്ട് വരുന്നതാണ് മുളകും തക്കാളിയും. ഈ 2 സംഭവങ്ങളും ഇവിടെ സ്ഥിരമായിട്ട് വേണം എന്നാണ് എൻ്റെ ഒരിത്. മുമ്പ് ഇവിടെ ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, മുളകും തക്കാളിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മുളകിൻ്റെ കുറേ തൈകൾ നിൽക്കുന്നുണ്ട് അത്യാവശ്യം വളർന്നിട്ട്. അപ്പം നമുക്ക് ഭാവിയിൽ മുളകൊന്നും വാങ്ങിക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ എന്തെങ്കിലും ഒരു തോരൻ വയ്ക്കാനുള്ളൊരു സംഭവം കൂടി നമ്മുടെ എല്ലാവരെയും വീട്ടിൽ വേണം എന്നാണ് എൻ്റെ ഒരിത് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് വിഷം വാങ്ങിച്ച് കഴിക്കണ്ടല്ലോ. ഒരു തണ്ട് ചീര കിട്ടിയാൽ തന്നെ നമ്മുടെ ഉച്ചക്കലത്തെ കാര്യം കഴിയും. ഇത് മാത്രമല്ല, അതെല്ലാം കട്ട് ചെയ്യാറായി നിൽക്കുവാണ്. എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് തന്നെ കഴുകി കൊണ്ടുപോകാം. ഇവിടെ എപ്പോഴും പൈപ്പ് തുറക്കുന്നതുകൊണ്ടേ ചെറുതായിട്ട് ചെളി തെറിക്കാറുണ്ട്. ടൈലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻ്റർലോക്കൊന്നും അല്ലല്ലോ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ചെളി തെറിക്കും കേട്ടോ. നമുക്കിവിടെ നിന്ന് തന്നെ വാഷ് ചെയ്ത് കൊണ്ടുപോകാം. ആദ്യമൊക്കെ ഞാൻ ചീര കട്ട് ചെയ്യുമ്പോഴേ ഇതിൻ്റെ ഏറ്റവും അടിഭാഗം താത്ത് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മായ പറഞ്ഞത് അങ്ങനെ കട്ട് ചെയ്യരുത്, കുറച്ച് ഇതുപോലുള്ള നാമ്പുകൾ നിർത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഒരു 2-3 എണ്ണം ഇതേപോലെയുള്ള സംഭവങ്ങൾ ശിഖരങ്ങളില്ലേ, അത് നിർത്തിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ആവുന്നതിന് മുമ്പിട്ട് തന്നെ ഈ സാധനം വളർന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ ചീര കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ കണ്ടോ അത്രയും സംഭവങ്ങൾ നിർത്തിയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, അത് പെട്ടെന്ന് തന്നെ വളർന്നു വന്നോളും. അതുപോലെ പച്ചച്ചീര ഉണ്ടോ, കുറേ തൈകൾ ഒന്നിച്ച് നിൽക്കുക. ഇത്രയും ഞാൻ പിരിച്ച് നടണമെന്ന് ഓർത്താണ് ഇങ്ങനെ കൊണ്ട് ഇട്ടത്. പക്ഷേ ഇപ്പോൾ പിരിച്ച് നടാമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകും. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ പറ്റുന്നിടത്തോളം വളരട്ടെ.
അതിൻ്റെ തൊട്ടപ്പുറത്ത് ചാക്കിൽ നിൽക്കുന്നത് രമ്പയിലാണ് കേട്ടോ. ഇക്കാടെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും എടുത്താണ്. ഇതല്ല രമ്പയെന്ന് പറഞ്ഞിട്ട് ഇക്ക കുറേ തർക്കിച്ചാണ് കേട്ടോ. ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചെങ്കിലും മണം വേണ്ടേന്ന്. പക്ഷേ ഇത് തന്നെയാണ് കേട്ടോ രമ്പയില എന്നെല്ലാവരും പറഞ്ഞു. ഞാനിത് കറിയിലിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തന്നെയായിരുന്നു സംഭവം. കുറേ തർക്കിച്ചു, വെറുതെ എനർജി വേസ്റ്റ് ആയത് മാത്രം മിച്ചം. എപ്പോഴും ഒരു ഇല കൊണ്ടുവന്ന സമയത്ത് അതിനൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. ഇക്കായും പറഞ്ഞു, ഇക്കാക്ക് അത് അറിയാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിപ്പോൾ വയനയില എടുക്കുമ്പോഴും അല്ലെങ്കിൽ മല്ലിയില പുതിനയില ഇതിനൊക്കെ ഒരു ഫ്ലേവർ ഇല്ലേ, നമുക്ക് സ്മെല്ല് ചെയ്യുമ്പോഴത്തേക്കും ഒരു മണം കിട്ടുമല്ലോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു മണവും ഇല്ല കേട്ടോ, ഒരു കാട്ടുചെടിയുടെ മണം എനിക്ക് ഫീൽ ചെയ്തോളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കത്തില്ല എന്ന്. പക്ഷേ കറിയിലിടുമ്പോൾ അത്യാവശ്യം ഒരു മണവും ഒരു രുചിയും ഒക്കെ ഉണ്ട് കേട്ടോ, മാഷാ അല്ലാ. അതുപോലെ ഇവിടെ ഇക്ക മുളക് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചാക്കിൽ, കണ്ടോ. അത് നടാൻ ഒത്തിരി സമയം കഴിഞ്ഞ് നിൽക്കുവാണ്, ഒത്തിരി വളർന്നു കേട്ടോ. അപ്പോൾ മാറ്റി നടാനുള്ള ടൈം കഴിഞ്ഞല്ലോ. നമ്മൾ 3 ഇല പരുവാകുമ്പോഴത്തേക്കൊക്കെ മാറ്റി നടുന്നതല്ലേ. ഇവിടെ ഇടിച്ച് ശരിയാക്കിയിട്ടൊക്കെ നടാമെന്ന് വിചാരിച്ചിരുന്നതാണ്. സമയം പൊക്കോണ്ടിരിക്കുന്നത്. ഇന്ന് എനിക്ക് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ഒതുക്കി പറക്കണമെന്നുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം പണി തീർന്നില്ല. പിന്നെ കുറേ സാധനങ്ങൾ അവർക്ക് കൊണ്ടുപോകാനും ഉണ്ട്, കുറേ സാധനങ്ങൾ ആക്രിക്ക് കൊടുക്കാൻ, കുറേ സാധനങ്ങൾ നമുക്ക് എടുക്കാൻ, അങ്ങനെ ആയിട്ട് മൊത്തത്തിൽ വലിച്ചു വാരി ഇട്ടേക്കും കേട്ടോ. എനിക്ക് തയ്ക്കാനുണ്ട്, മിഷൻ അതിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും മിഷൻ്റെ ആ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭ്രാന്താലയം പോലെ കിടക്കുവാണ്. ശ്രമിച്ചാൽ ഒതുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇക്ക ഇന്നാവട്ടെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇക്കായെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നല്ല കേട്ടോ. അതിൽ കുറേ സംഭവങ്ങൾ ഇക്കാക്ക് എടുത്ത് മാറ്റാനായിട്ടുണ്ട്. ഈ പണിയുടെയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, പ്ലംബിങ്ങിൻ്റെയും വയറിങ്ങിൻ്റെയൊക്കെ സാധനങ്ങൾ എനിക്കറിയത്തില്ല, ഏതാ ആക്രിക്ക് പോകേണ്ടത്, ഏതാണ് ആവശ്യമുള്ളതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് അതിക്ക വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നും ലെവലായിട്ടില്ല. വീടൊക്കെ ഇടിച്ചതിന് ശേഷമുള്ളൊരിത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റേ. സിറ്റ് ഔട്ടിൽ ആദ്യം തന്നെ ഒരാൾ ഇവിടെ എന്ത് ചെയ്യുന്ന റേഹോ, മിനിയേച്ചർ ഒമിനി മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അവിടെ കുറേ പേസ് ബോർഡ്, കട്ടിൽ, കസേര മുതലായ ഐറ്റംസ് ഉണ്ട്. ഇത് ഇപ്പുറ സൈഡിൽ കണ്ടോ, അവിടെയുണ്ട് കട്ടിലും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് സാധനങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. കണ്ടോ, ഒയർ, അതുപോലെ കുറേ സാധനങ്ങൾ. മഴയും കൂടെ ആയിരുന്നു, 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ അതിൻ്റേതായ ചെടിയും കാര്യങ്ങളും ഒക്കെ വേറെ. പിന്നെ ദേ അവിടെ കണ്ടോ, പൊളിച്ചിട്ട് വീടിൻ്റെ തറ മാത്രം ബാക്കിയായി. കുറേ കല്ലും കട്ടയും മണ്ണും ഒക്കെ അതും കിടക്കുന്നുണ്ട്. നമ്മുടെ തെങ്ങ് പണ്ട് വീട് നിന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ള രൂപം പോലും പെട്ടെന്ന് നമ്മൾ മറക്കുമല്ലോ, അങ്ങനെ മറന്നു കേട്ടോ. മധ്യഭാഗത്ത് മാത്രമേ മതിലുള്ളൂ, അപ്പുറ സൈഡിലോട്ടും ഇല്ല ഇപ്പുറ സൈഡിലോട്ടും ഇല്ല. 2 സൈഡിലോട്ടും ഇനി മതിൽ കെട്ടണം. പിന്നെ സ്ത്രീധനം കിട്ടിയ എൻ്റെ അലമാരിയാണ് അവിടെ തറയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. അതിനെ ഒന്ന് എടുത്ത് പൊടി തട്ടി മുഴുവൻ ചെതൽ കയറിയിട്ട് അവിടെ ഇരുന്നിട്ട് നനവടിക്കുന്ന സ്ഥലത്തായിരുന്നത്. അപ്പോൾ മൊത്തം ചെതലായി. അതേമാതിരി എടുത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും മൊത്തവും ചെതലാവും. അതിങ്ങനെ കൊടുക്കാനും തോന്നുന്നില്ല, എന്നാൽ അത് എടുത്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാനും പറ്റുന്നില്ല കേട്ടോ. ആ അവസ്ഥയിലാണ് അവിടെ അത് കിടക്കുന്നത്, പാവം. പിന്നെ കുറച്ച് അവിടെ ആയിട്ടൊരു സൈൻ ബോർഡ്, അപ്പുറ സൈഡിലൊരു മേശയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അതാണ് ആ ഒരു ഏരിയയുടെ അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, അവിടെ എല്ലാം ഇടിച്ച് നിരത്തുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾക്ക് എനിക്ക് ഒരുപാട് സ്ഥലം കിട്ടും കേട്ടോ. ഞാൻ ആ വശം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, അത്രയും ഏരിയ ഉണ്ട്, ഏതാണ്ട് ഇത്ര ഏരിയ ഉണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്ക് പോർച്ചിനുള്ള ഏരിയ വിട്ടാലും കുറേ സ്ഥലം കിട്ടും. അവിടെ ഇങ്ങനെ കെട്ടിത്തിരിച്ചിട്ട് കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകളും ഇതുപോലെ പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനൊക്കെ ടൈം എടുക്കും. പിന്നെ എൻ്റെ മിഷൻ കിടക്കുന്ന കാണിച്ചു തരട്ടെ. കണ്ടോ, ഈ ഏരിയ കണ്ടോ നിങ്ങൾ, കുറേ സാധനങ്ങൾ ഇങ്ങനെ കൂടി കിടക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർ എടുത്തുകൊണ്ട് പോകേണ്ടത്. അതുപോലെ എൻ്റെ സാധനങ്ങളാണ് ഇനി ഇവിടെ കിടക്കുന്നത്. മിഷൻ അവിടെ ഇരിക്കുന്നത് കുഞ്ഞു മിഷനാണ്. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ട് ഇക്കാലത്ത് പറഞ്ഞ് വാങ്ങിച്ചതാണ് ആ തറയിരിക്കുന്ന മിഷൻ കേട്ടോ. കുറച്ച് അതിൽ 16 സ്റ്റിച്ചസാണ് അതിൻ്റെ അകത്ത് വീഴുന്നത്. പക്ഷെ അതിപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കും, അത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതിനെ ഒന്ന് സർവീസിന് കൊടുക്കണം. അതുപോലെ അപ്പുറ സൈഡിലായിട്ട് സാധാരണ സൂയിങ് മെഷീൻ ഇല്ലേ, നോർമൽ സൂയിങ് മെഷീൻ, അത് കിടപ്പുണ്ട്. പിന്നെ എൻ്റെ ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ, ഇതൊക്കെ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെ ഇരുന്നാണ് തയ്ക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതൊക്കെ ഒന്ന് ഒതുക്കി പറക്കിയാലേ അതിനുള്ളൊരു സ്ഥലം കിട്ടുള്ളൂ.
അപ്പോൾ നമ്മൾ ഹെയർ അക്സസറീസിൻ്റെ സാധനങ്ങളൊക്കെ വില കുറച്ചിട്ട് കൊടുത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വെക്കാനായിട്ടുള്ള സ്ഥലമില്ല. അപ്പോൾ ഇതേപോലെ വാരി വലിച്ചിടേണ്ട വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് സാധനങ്ങളും നല്ല റേറ്റ് കുറവിൽ കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വലിച്ചു വാരി ഇടണം. അപ്പോൾ അൽഹംദുലില്ലാ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ഡാമേജ് പീസും കാര്യങ്ങളൊക്കെ മാത്രമാണ് ബാക്കി വന്നിട്ടുള്ളത്. അതിൽ കുറച്ചാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. നമ്മുടെ റിബണില്ലേ, ആ റിബൺ ഡാമേജ് അല്ല, പക്ഷേ അത് ഞാൻ കണ്ടില്ലായിരുന്നു. അത് അതിൻ്റെ ഇടയിലെങ്ങാനും വീണ് കിടന്നതാണെന്ന് തോന്നുന്നു. ജോലിക്കാരെ എടുത്ത് വെച്ചത് ഓർഗൻസയുടെ 1/2 ഇഞ്ചിൻ്റെ പീച്ച് കളർ റിബണാണ് ആ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ടൈപ്പ് റിബൺ, അതായത് 1/2 ഇഞ്ചിൻ്റെ ഓർഗൻസ റിബൺ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇതിവിടെ നിന്ന് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അധിക സമയം വേണം. ഇങ്ങനെ കാണുമ്പോഴത്തേക്കും കുറച്ചേ ഉള്ളൂവെങ്കിലും ഇതിൽ കുഞ്ഞു ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. മാറ്റി വെക്കേണ്ടതും ആക്രിക്ക് കൊടുക്കേണ്ടതുമായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ആണി പോലത്തെ സംഭവങ്ങളില്ലേ, ആണി, സ്ക്രൂ, നട്ട്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. കുറേ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി കേട്ടോ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എടുത്ത് മുകളിൽ കൊണ്ടുവച്ചു. ഭയങ്കര വെയിലാട്ടോ, ഭയങ്കര വെയിൽ. പിന്നെ ദേ ബാക്ക് സൈഡ്, ഇതാണ് ബാക്ക് സൈഡ്. നേരെ കാണുന്നതാണ് കിണർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആ കിണർ കിട്ടുക എന്നുള്ളതാണ്. ഇത് ഇടിച്ചതിൻ്റെ ഒരു ഉദ്ദേശവും അത് തന്നെയാണ് കേട്ടോ. കിണർ ഈ ഇതിനെക്കാട്ടി ഹൈറ്റിലായിരിക്കുന്നത്. പഴയ വീടിൻ്റെ രീതിക്ക് കെട്ടിയെടുത്തിട്ടുള്ളതാണല്ലോ കിണർ. അപ്പോൾ അതിന് കുറച്ചും അതെന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അവിടെ സെറ്റാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമല്ലേ, ഒരുപാട് ഏരിയ കിട്ടും. ഇവിടെ കണ്ടോ, കുറേ മുളക് തൈകൾ ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നടാന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. പാവം. പിന്നെ മുകളിൽ പെരടത്തിൽ ഇന്നലെ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന്, അവർക്കാണ് കേട്ടോ. അപ്പോൾ അവിടെയും നമുക്ക് കൊണ്ടുപോയിട്ട് നടാനായിട്ട് പറ്റും. പക്ഷേ അവിടെ ആകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ കണ്ണെത്തത്തില്ലല്ലോ. ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലൊക്കെ ഇത് വാടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അവിടെ കിണറില്ല. അപ്പോൾ താഴെ അനിയൻ്റെ പെരടത്തുനിന്ന് വെള്ളം കോരിയിട്ട് വേണം അവിടെ കൊണ്ടൊഴിക്കാൻ. ചിലപ്പോൾ നമുക്ക് മടി പിടിക്കുമല്ലോ, ആ സമയത്ത് അവർക്ക് വെള്ളം കിട്ടാതെ പാവങ്ങൾ കഷ്ടപ്പെടും. അപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ എൻ്റെ കൺവെട്ടത്ത് ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ നോക്കിപ്പോവും. അങ്ങനെ ഇവിടെ ഈ പെരടത്തിൽ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ ആവശ്യത്തിനുള്ള കട്ടളയും കട്ടളയും ജനലും ഒക്കെ അങ്ങനെ ഉള്ള മരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അല്ലാതെ ഇവിടെ നിറയെ തേങ്ങ കിട്ടുന്നൊരു തെങ്ങുണ്ടായിരുന്നു ഈ സൈഡിൽ, നേരത്തെ കണ്ടില്ലേ, അത് മുറിച്ചു. പഴയ ഒരു വീട്ടിൽ നിന്ന് പഴയ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിന് കുറേ രൂപാന്തരം പ്രാപിച്ചാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു രീതിയിൽ നിൽക്കുന്നത്. അങ്ങനെയാണല്ലോ, കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ അതെ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കിണർ. കണ്ടോ, നമുക്ക് ഈ വീട് വെച്ചപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത് ഈ കിണറാണ് കേട്ടോ. ഈ ഒരു ഫുൾ മധ്യഭാഗത്തോട്ടാണ് വീട് വെക്കണം എന്ന് വിചാരിച്ചത്. പക്ഷേ ഈ കിണർ നിന്നുകൊണ്ട് തന്നെ അങ്ങനെ മധ്യത്തായിട്ട് വെക്കാൻ പറ്റത്തില്ല. അതാണ് വീടൊരു സൈഡിലോട്ടും പിന്നെ ഈ ഒരു സൈഡ് ഇത്രയും മുറ്റവും കിട്ടിയത്. അതിപ്പോൾ ആലോചിക്കുമ്പോൾ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് പോർച്ചിനും കൃഷിക്കും ഒക്കെയുള്ള സ്ഥലം കിട്ടും. അന്നൊരു ചെറിയ വിഷമമായിരുന്നു കേട്ടോ, മധ്യഭാഗത്ത് വീട് വേണം, 4 ചുറ്റും മുറ്റം വേണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അൽഹംദുലില്ലാ അത് നന്നായി തോന്നുന്നുണ്ട്. പിന്നെ ഒരു പ്ലാവ് കണ്ടോ, പ്ലാവല്ലല്ലോ മാവ്, ഇതിനെവിടെ പറയുന്ന മൈലാപ്പ് മാങ്ങയെന്നാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. മാങ്ങകളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാങ്ങയാണ് കേട്ടോ. ഇക്കാടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് കളഞ്ഞ ആ ഒരു ഇതിന്ന് പിടിച്ചു വന്നതാണ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കിണറിൻ്റെ സൈഡിലാണ്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഏതെങ്കിലും വാക്കല്ലാത്ത സ്ഥലത്ത് മാത്രമേ മാവ് പിടിച്ചു വരുള്ളൂ. ഈ വീട് പൊളിച്ചപ്പോഴത്തേക്കും ഒരു മാവ് അവർ പുഴുതെടുത്തായിരുന്നു. അതും അത്യാവശ്യം നല്ല രീതിക്ക് വളർന്നതായിരുന്നു. അതും പുഴുതെടുക്കാതെ വേറെ വഴിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു ഇതിലാണ് പിടിച്ചിരുന്നത്. അല്ലാണ്ട് നമ്മൾ കൊണ്ട് നട്ടിട്ടുണ്ട്, സെയിം തന്നെ നട്ടിട്ടുണ്ട്. അത് ഒന്നും ആവാതെ എന്തോ കണ്ടോ, ആ കുഴിയിൽ ആ മുളവിൻ്റെ സൈഡിലായിട്ട് ഒന്നും ആവാതെ നിൽക്കുന്നുണ്ട്. വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പെരയിടത്ത് നിന്ന് എന്തോ ഒരു ആക്രി വാരി മാറ്റാനുണ്ടെന്നറിയാവോ. പൈപ്പും കമ്പിയും ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ആ കാണുന്ന ആ ഒരു കുഞ്ഞ് ഗുഹ പോലെ കാണുന്നില്ലേ, അവിടെയായിരുന്നു നമ്മൾ താറാവിനെ അടച്ചുകൊണ്ടിരുന്നത്. ഇവിടുത്തെ കൂടൊക്കെ പൊളിച്ചതിന് ശേഷം ആ കൂട്ടിൽ 3 താറാവിനെ ആരോ പിടിച്ചുകൊണ്ട് പോയി കേട്ടോ. പട്ടിയോ ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ജീവികളെന്തെങ്കിലും ആണെങ്കിൽ ഒരെണ്ണത്തിനല്ലേ പിടിക്കുള്ളൂ, ഇല്ലെങ്കിൽ കൊന്നിട്ടിട്ട് പോകത്തില്ലേ. ഇത് 3 എണ്ണത്തിനെയും അതിൻ്റെ ഒരു എന്താ പറയുക, തൂവൽ പോലും കൊഴിയാതെ എടുത്തിട്ട് പോയിട്ടുണ്ട്. മനുഷ്യന്മാരായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. 3 പേരെയും കൊണ്ടുപോയില്ലേ. ഇല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും, നമ്മളറിയും. അല്ലെങ്കിൽ കുറച്ചെങ്കിലും പിടിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും രോമമൊക്കെ അവിടെ വീഴത്തില്ലേ, അതിൻ്റെ തൂവലൊക്കെ എന്തായാലും വീഴും.
3 പട്ടികൾ വന്ന് കൊണ്ടുപോകില്ലല്ലോ, അല്ലെങ്കിൽ ഒറ്റ പട്ടി 3 വരെയും പിടിച്ചുകൊണ്ട് പോവോ? ഇല്ല. മൃഗങ്ങൾക്ക് കുറച്ച് എത്തിക്സ് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അതിൻ്റെയൊക്കെ വയറ് നിറയാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം മാത്രമേ അതൊക്കെ എടുക്കുകയുള്ളൂ. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് വരത്തില്ല. ഒരെണ്ണത്തിന് കൊണ്ടുപോയാൽ ഒരു പട്ടിക്ക് വയറ് നിറയും. അപ്പോൾ പട്ടിയല്ല. പിന്നെ ഇവിടെ ഇതുണ്ട്, കീരിയുണ്ട് നിറയെ. കീരിയാണെങ്കിലും അതിനെ കൊണ്ടുപോകത്തില്ലല്ലോ. എനിക്ക് അനുഭവമുണ്ട്, കീരിയൊക്കെ പിടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കീരിയുമല്ല, മനുഷ്യന്മാർ തന്നെ ആയിരിക്കും, ഞാനങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടാണത്. ഞാൻ അതൊക്കെ പൊളിച്ചു മാറ്റണം. കുറേ ജോലിയുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഗ്രൗണ്ടായിട്ട് വരണമെങ്കിൽ അത്യാവശ്യം നല്ല ജോലികളുണ്ട്. ഞാൻ കഥ പറഞ്ഞ് എൻ്റെ ചീര മിക്കവാറും വാടി തളർന്നൊരു പരുവാവും. ഇന്നലെയൊക്കെ വിശാലമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് എനിക്ക് ഇന്ന് അടുക്കളയിൽ കയറാൻ ഇച്ചിരി മടിയുണ്ട് കേട്ടോ. മീൻകറി ഇരിക്കുന്നുണ്ട്. നിൽക്ക വരുമ്പോൾ മീൻ വാങ്ങിച്ചിട്ട് വരും. ഞാൻ വിചാരിച്ചു ചോറും നമ്മുടെ ചീരത്തോരനും മീൻകറിയും ഒരു മീൻ പൊരിച്ചതും ഇന്നത് മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. എല്ലാ ദിവസവും നമ്മൾ വിശാലമായിട്ട് കഴിക്കാൻ പാടില്ല. അപ്പോൾ അതാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് പോയാൽ അടുക്കള ഭാഗമായി കേട്ടോ. അവിടെ എനിക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് വർക്ക് ഏരിയയും അതുപോലെ തന്നെ വെളിയിലൊരു ബാത്റൂമും തുണി കഴുകാനുള്ളൊരു സെറ്റപ്പും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ എല്ലാം ശരിയാവും. ഓരോരോ പ്രതീക്ഷകളാണല്ലോ. പഴയ വീട്ടിലായിരുന്നപ്പോഴത്തേക്കും അത് പൊളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാറണമെന്ന് വിചാരിച്ചു. പിന്നെയാണ് നമ്മളിവിടെ വീട് വയ്ക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ടാണ് പിന്നെ ഇപ്പോൾ കാണുന്ന ഈ വീട്ടിലോട്ട് മാറുന്നത്. ഇവിടെയും കയറിയപ്പോഴത്തേക്കും നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ടുണ്ട്. മനുഷ്യന്മാരങ്ങനെയാണല്ലോ, ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങളും കൂടി എൻ്റെ അകത്തേക്ക് കൂട്ടിച്ചേർക്കണം എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ ഇവിടെ ഇനി എനിക്ക് അടുക്കള, അതുപോലെ കാർ പോർച്ച്, മതിൽ, മുറ്റം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം 1 by 1 ആയിട്ട് സെറ്റാക്കി എടുക്കണം. അതാണല്ലോ ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അച്ചീവ് ചെയ്യാന്നുള്ളൊരു കാര്യം. പിന്നെ അകത്ത് പെയിൻ്റ് അടിച്ചപ്പോഴത്തേക്കും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുട്ടിയിട്ട സ്ഥലത്ത് അറിയാണ്ട് നമ്മൾ പെയിൻ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപകടമാണെന്നുള്ള കാര്യം. ഞാൻ ചോദിച്ചിട്ടാട്ടോ ചെയ്തത്. വലിയ പ്രശ്നമില്ല, എങ്ങനെയാണ് കലക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിന് മുമ്പ് പെയിൻ്റ് അടിച്ച് എനിക്ക് പരിചയമുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ അവിടെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെയൊക്കെ പെയിൻ്റ് അടിച്ചിട്ടും ഒക്കെ കുഴപ്പമില്ലാണ്ട് എനിക്കറിയാം. പിന്നെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, പെയിൻ്റ് അടിച്ചാൽ നല്ല രസമുണ്ട്, പക്ഷേ അത് മറയ്ക്കണം, ഇനി വേറെ പെയിൻ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കോട്ട് പെയിൻ്റ് അടിക്കേണ്ടി വരും എന്നുള്ള കാര്യം. അതെനിക്കും തോന്നി കേട്ടോ. ബ്ലൂ കളറാണല്ലോ അടിച്ചേക്കുന്നത്, അതിന് മറയ്ക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് അധികം പെയിൻറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. എന്നാലും ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അത് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇന്നുവരെ ആയപ്പോഴത്തേക്കും 1.6 മില്യൺ വ്യൂസ് അതിനായി കേട്ടോ. അതായത് 16 ലക്ഷം ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ്, ഭയങ്കര സന്തോഷമാണ്. ഞാൻ 5 വർഷം കണ്ടായി നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൽ ഇത്രയും വ്യൂ കയറിയൊരു വീഡിയോ വേറെ ഇല്ല. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് ചീരയൊക്കെ തോരൻ വെക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ കണ്ടിന്യൂ ചെയ്യൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കൂട്ടാവുക. നമുക്ക് ലൈഫ് സ്റ്റൈൽ വീഡിയോസ് തന്നെ ആയിരിക്കും കേട്ടോ. ഇതിൽ ഞാൻ എൻ്റെ വീടും എൻ്റെ മക്കൾ, അതുപോലെ ഞാൻ ചെയ്യുന്ന ജോലികൾ, ഞാൻ ഹെയർ അക്സസറീസിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്, സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടികൾ ചെയ്യുന്നുണ്ട്, ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. പുതുതായിട്ട് ഞാൻ എന്താണോ എൻ്റെ വീട്ടിലെങ്ങനെയാണോ അത് തന്നെ ആയിരിക്കും നമ്മുടെ ചാനലും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഹെയർ അക്സസറീസൊക്കെ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ്. അതിൽ നിന്ന് ഞാൻ ഏണിങ്സ് ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കുള്ളതായിരുന്നു. ഈ ചാനൽ വഴി തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് അറിയാമല്ലോ, നമുക്ക് ഹെയർ അക്സസറീസിൻ്റെ കസ്റ്റമേഴ്സ് ഉള്ളതാണ്. പിന്നെ സ്റ്റിച്ചിങ്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്കുകൾ, നമ്മുടെ വീട് സൂപ്പറാക്കി വയ്ക്കാൻ, അല്ലെങ്കിൽ അടിപൊളിയാക്കി വെക്കാനുള്ള കുറച്ച് ടിപ്പും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇതിലൂടെ കാണിച്ചു തരുന്നത്, ഷെയർ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഇനിയും കഥ പറഞ്ഞുകൊണ്ട് നിന്നാൽ ചീര എന്നെ പ്രാകും. ഇപ്പം തന്നെ തളർന്നു, പാവമല്ലേ. അപ്പോൾ നമുക്ക് പോയിട്ട് ചീരത്തോരൻ, ഞാൻ പോയിട്ട് ചീരത്തോരനൊക്കെ വെക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്യൂ. ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ.